കോഴിക്കോട് വരാൻ പോകുന്ന ലുലു മാളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടിക്കൊണ്ട് കഴിഞ്ഞ 2 ദിവസമായി നടന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനെത്തിയത് ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ്. അതികഠിനമായ വെയിലിൽ വെന്തുരുകി മണിക്കൂറുകളോളം ആണ് ഇവർ വരുന്നത്. സർട്ടിഫിക്കറ്റും മറ്റും അടങ്ങുന്ന ഫയലുകൾ കൊണ്ട് പലരും വെയിലിനെ തടയാൻ പാടുപെടുന്നത് കാണാമായിരുന്നു. കേരളത്തിൻ്റെ യുവജനങ്ങൾ ഇങ്ങനെ വിയർപ്പിൽ കുളിച്ച് നിൽക്കുന്ന കരളലിയിക്കുന്ന കാഴ്ച പാലക്കാട് ലുലു മാൾ തുറന്നതിന് മുന്നോടിയായും കണ്ടിരുന്നു. നെസ്റ്റോ, ഫോറം തുടങ്ങിയ മാളുകൾ ആരംഭിച്ചപ്പോഴും ഈ പ്രവണത കാണാമായിരുന്നു. എങ്കിലും യൂസഫലി എന്ന ബ്രാൻഡിൻ്റെ വശ്യത കൊണ്ടാവാം ഉദ്യോഗാർത്ഥികളുടെ തള്ളിക്കയറ്റം ഏറ്റവും കൂടുതലായി ലുലു മാളുകൾ തുറക്കപ്പെടുമ്പോൾ ഉണ്ടാക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് 100 കണക്കിന് ജീവനക്കാരെ ഒരേ സമയം മാളുകൾക്ക് ആവശ്യമുള്ളതിനാലാണ് ഇത്രയേറെ ആളുകൾ വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ വരി നിൽക്കാൻ എത്തുന്നത്. സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും അടങ്ങുന്ന ഫയൽ കയ്യിൽ പിടിച്ച് കിലോമീറ്റർ നീളത്തിൽ പൊരി വെയിലത്ത് വാടിത്തളർന്ന് യുവതി-യുവാക്കൾ നിൽക്കുന്ന ഈ കാഴ്ച വിരൽ ചൂണ്ടുന്നത് രാജ്യം നേരിടുന്ന, സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷമായ തൊഴിലില്ലായ്മയിലേക്കാണ്. ചെറുതും വലുതുമായ പലവിധ കച്ചവടങ്ങൾ നടക്കുന്ന മാളിൽ കിട്ടാവുന്ന പണിയെടുത്ത് പട്ടിണിയില്ലാതെ കഴിയാം എന്ന പ്രതീക്ഷയുമായി നിൽക്കുന്ന ഈ യുവജനങ്ങളിൽ ഏറെയും ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവരാണ് എന്നത് യാഥാർത്ഥ്യമാണ്. എന്തിന് MBAയും MCAയും പഠിച്ചു പാസ്സായവർ പോലും അക്കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. SSLCയോ +2വോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം എന്നറിയിച്ച തസ്തികകളിലേക്കാണ് ഇതിനേക്കാൾ എത്രയോ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ വന്ന് ക്യൂ നിൽക്കുന്നത് എന്നോർക്കണം. 2 വർഷം മുൻപ് വനിതാ കോൺസ്റ്റബിൾമാരുടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നപ്പോൾ അടിസ്ഥാന യോഗ്യതയായി ആവശ്യപ്പെട്ടത് +2 ആയിരുന്നു. എന്നാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് യോഗ്യത നേടിയ 446 പേരിൽ 338 പേർ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ കരസ്ഥമാക്കിയവരാണ്. പഠിച്ചവർക്ക് നാൾക്കുനാൾ തൊഴിലില്ലാതെയാവുകയാണ്. എങ്ങനെയും ഒരു തൊഴിൽ നേടിയെടുക്കുന്ന ഒരു യുവ എഞ്ചിനീയർക്ക് കിട്ടുന്ന ശമ്പളം ആവട്ടെ ഏറിയാൽ 20,000 രൂപയും. ബൈക്കിന് പെട്രോൾ അടിച്ചും വീട്ടിൽ നിന്നിറങ്ങി തിരികെ വീട്ടിൽ എത്തുന്നതിനിടെ 2 നേരത്തെ ഭക്ഷണം കഴിച്ചും കഴിഞ്ഞാൽ മിച്ചം കിട്ടുന്നത് കൊണ്ട് ഒരു മാസം എന്താവാൻ? ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാവാം കേരളത്തിലെ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും പാതി സീറ്റുകൾ പഠിക്കാൻ കുട്ടികളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത്. എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയവരുടെ ഇതേ അവസ്ഥയാണ് മറ്റ് വിഷയങ്ങളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ എടുത്തവരുടെ അവസ്ഥ. UK മറ്റും കൊട്ടും കുരുവയുമായി പോയ നമ്മുടെ പല ചെറുപ്പക്കാരും അവിടെ വൃദ്ധരെ പരിപാലിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ട് ഉപജീവനം കഴിക്കുകയാണെന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുന്നതും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ പരിസ്ഥിതികൾ കൊണ്ടാവാം മാളുകളിലെ ജോലി ഇതിനേക്കാൾ ഭേദമാണെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് തോന്നുന്നത്. റെക്കമെൻഡേഷൻ ഇല്ലാതെയും പണച്ചിലവില്ലാതെയും കിട്ടുന്നതാകയാൽ ആർക്കും പ്രതീക്ഷയോടെ ഇവിടേക്ക് വരാം. നല്ല തൊഴിൽ അന്തരീക്ഷത്തിന് പുറമെ തരക്കേടില്ലാത്ത വേതനവും മാളുകൾ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കോടാനുകോടിയുടെ നിക്ഷേപം ഇടയ്ക്കിങ്ങനെ വരുന്നത് കൊണ്ട് കൊടും വേനലിലെ ചാറ്റൽ മഴ എന്ന മട്ടിൽ കുറച്ച് പേർക്കെങ്കിലും തൊഴിൽ കിട്ടുന്നത് ഒരു ആശ്വാസം. തൊഴിലില്ലായ്മ എന്ന സൂര്യാഘാതം ഏറ്റ് ജനങ്ങൾ ഇങ്ങനെ കരിഞ്ഞു വീഴുന്നതിനെ പറ്റി സംസാരിക്കേണ്ടവർ പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും അതൊരു പൊള്ളുന്ന വിഷയമായി ഉയർത്തിപ്പിടിച്ചില്ല. അഥവാ അതേക്കുറിച്ച് പറയാൻ നിർബന്ധിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ അതിൻ്റെ ഉത്തരവാദിത്തം അങ്ങ് ഡൽഹിയിൽ പ്രധാന പദവിയിലിരിക്കുന്നവരുടേതാണെന്ന് വരുത്തി തീർത്ത് കൈയൊഴിയായിരുന്നു അവർ. പ്രധാന പദവിയിലിരിക്കുന്നവർക്കാകട്ടെ തുടർഭരണത്തിന് ജാതിമത വിഷം കൂടുതൽ ഡോസിൽ പ്രയോഗിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ രാജ്യത്ത് തൊഴിലില്ലായ്മ ഒരു വിഷയമേ അല്ല. AI പോലുള്ള സാങ്കേതിക വിദ്യകളുടെ വികാസം കൊണ്ടുണ്ടാവാൻ പോകുന്ന തൊഴിൽ നഷ്ടങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാനാകും എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം പ്രാചീന സംസ്കാരങ്ങളെയും മിത്തുകളെയും എന്നോ കൈയൊഴിഞ്ഞ പരിഹാസപൂർണമായ ആചാരങ്ങളെയും തിരികെ പ്രതിഷ്ഠിക്കാൻ വെമ്പുകയാണ്. റോബോട്ടുകളെ പേടിപ്പിക്കാൻ അമ്പും വില്ലും ഏന്തുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന AIയെ നിർവീര്യമാക്കാൻ തൃശൂലം ഉയർത്തുകയും ചെയ്താൽ മതിയെന്ന മട്ടിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തുന്നവർ ഈ രാജ്യത്തെ കോടിക്കണക്കായ തൊഴിൽ രഹിതർക്ക് പശുക്കളുടെ വില പോലും കൽപ്പിക്കുന്നില്ല എന്ന് വരുന്നു. ഓരോ വർഷം കഴിയുന്തോറും ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലെത്തി തൊഴിൽ അപഹരിക്കുന്നവരുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ 53% മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിന് കാരണമായി കണ്ട ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: വോട്ട് ചെയ്യാതെ പോയ ബാക്കിയുള്ളവരിൽ ഭൂരിപക്ഷവും കേരളത്തിൽ അതേ ദിവസം ജോലി ചെയ്ത് ആ ദിവസ വേതനം ഉറപ്പാക്കുകയായിരുന്നു. കൗതുകകരം എന്ന് തോന്നുന്ന ആ റിപ്പോർട്ടിങ്ങിൽ ഒരു വലിയ യാഥാർത്ഥ്യം അടങ്ങിയിരിക്കുന്നു. സ്വന്തം നാട്ടിലെ വോട്ടിനേക്കാൾ വലുത് മറ്റൊരു നാട്ടിൽ കിട്ടുന്ന തൊഴിലും വേതനവുമാണ്. അരാഷ്ട്രീയമായ ഇത്തരം ചിന്താഗതി ആളുകളിൽ ഉണ്ടാവുക എന്നാൽ അത് ജനാധിപത്യത്തെ അപകടപ്പെടുത്തലാണ്. ഇതിന് കാരണഭൂതർ പക്ഷേ ജനമല്ല, രാജ്യത്ത് തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു പോകുന്ന ഭരണാധികാരികളാണ്. അത്തരം ഭരണാധികാരികളെ പ്രബുദ്ധ കേരളവും കൈയൊഴിയുക തന്നെ ചെയ്യും.
മാളിലെ ജോലിക്കായി മെയ് മാസച്ചൂടിൽ വെന്തുരുകി വരുന്ന യുവാക്കളുടെ പ്രതിനിധികളുടെ ഒരു പട തന്നെ കേരളത്തിലുണ്ട്. അവർ വിചാരിച്ചാൽ അധികാരത്തിലിരിക്കുന്ന ഏതു മണ്ണിൻ്റെ തോളിലും മാറാപ്പ് ചാർത്താൻ പ്രയാസമേതുമില്ല. അധികാരികൾക്ക് ഇതൊരു മുന്നറിയിപ്പ് ആകട്ടെ.